ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഈദ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായും ഇലക്ഷൻ കാലം കൂടിയാണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് കണ്ണൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തായാലും ചെറിയ പെരുന്നാൾ ആശംസകൾ. എങ്ങനെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു കേരള സ്റ്റോറിയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എന്താ പറയാനുള്ളത്? ഞാൻ എല്ലാ വർഷവും കണ്ണൂരിലുണ്ടാകുമ്പോൾ ഇതുപോലെ ഇത് നമസ്കാരത്തിന് വിളിച്ചു. അത് നമ്മുടെ ഒരു ജീവിതക്രമത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം സഹോദരങ്ങൾ വ്രതശുദ്ധിയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു ഉത്കൃഷ്ടമായ ആചരണ പരിപാടിക്ക് ശേഷം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആ പെരുന്നാൾ ദിനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാം കാണാൻ കഴിഞ്ഞത് നോമ്പ് നിറയുടെ സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെത് മാത്രമല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്ന മതേതരത്വത്തിൻ്റെ, മതബോധത്തിൻ്റെ, മതവിശ്വാസങ്ങളുടെയൊക്കെ തന്നെ ഒരു സമുജ്വലമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഈ മതേതര ഭാരതത്തിൻ്റെ ഒരു ആത്മചൈതന്യം തന്നെ. അത് സംരക്ഷിക്കുക എന്നതാണ് ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ ജീവിതമായ വിശ്വാസം. മണ്ഡലത്തിലെ പര്യടന പരിപാടികളൊക്കെ വളരെ സന്തോഷകരമായി ആവേശകരമായി നടക്കുകയാണ്. ജനങ്ങൾക്ക് എന്നൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. അവർക്ക് എന്നെയും അറിയാം, എനിക്ക് അവരെയും അറിയാം. അതുകൊണ്ട് ഒരു മുഖവരിയേ ഇല്ല, ഒന്ന് പറഞ്ഞാൽ മതി. ഇതാണ് പിന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങളുടെ രചനരേഖ ഇവിടെയുണ്ട്. അത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം. അതുകൊണ്ട് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പിന്തുണയും സഹകരണവും സൗമനസ്യവും സ്നേഹവും അതൊക്കെ ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും എല്ലാവരും ഞങ്ങളെല്ലാം കൂടി കൂട്ടായ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ അങ്ങേക്ക് കണ്ണൂരിനെ അറിയാം, കണ്ണൂരിന് അങ്ങേക്കും അറിയാം. കാഴ്ചകൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. എല്ലാവരും ഓടി വന്ന് ഇങ്ങോട്ടേക്ക് അത് കൈതേർന്ന ഒരു കാഴ്ച, മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ മിഥുൻ ചാത്തോത്തിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കണ്ണൂർ.